ആയുർവേദ പാരമ്പര്യ നാട്ടുവൈദ്യത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ പരിചയപ്പെടുന്നത് വട്ടയെക്കുറിച്ചാണ്. വട്ട രണ്ട് വിധത്തിലുണ്ട്. ഒന്ന് നാട്ടിൻ പ്രദേശങ്ങളിൽ കാണുന്ന വട്ടയും രണ്ടാമത്തേത് മലം പ്രദേശങ്ങളിൽ കാണുന്ന വട്ടയും. നാട്ടിൻ പ്രദേശങ്ങളിൽ കാണുന്ന വട്ടയ്ക്ക് ഏകദേശം റൗണ്ട് ഷേപ്പാണ് ഉണ്ടാവുക. ഈ മലം പ്രദേശങ്ങളിൽ കാണുന്ന വട്ടയ്ക്ക് നമ്മളുടെ കൈപ്പത്തിയുടെ ഷേപ്പായിരിക്കും ഉണ്ടാകുക. അപ്പോൾ ഇതാണ് വട്ടയില. അത് മലം പ്രദേശങ്ങളിൽ കാണുന്ന വട്ടയിലയാണ് നമ്മളിന്ന് പരിചയപ്പെടുന്നത്. ഈ വട്ടയുടെ ഔഷധമൂല്യങ്ങളെക്കുറിച്ചാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. കൂടുതലായും നമ്മൾ വട്ട ഇലയുടെ തൊലിയാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. അത് ഉപയോഗിക്കുന്നത് ഒടിവ്, ചതവ്, ഉളുക്ക് എന്നീ അസുഖങ്ങൾക്കാണ് ഈ വട്ടയിലയുടെ തൊലി മെയിനായിട്ടും ഉപയോഗിക്കുന്നത്. അത് ഉപയോഗിക്കേണ്ട ക്രമം എങ്ങനെയാണെന്നുണ്ടെങ്കിൽ വട്ടയിലയുടെ തൊലി, പുളിയില, ചന്നിനായകം, കല്ലുപ്പ്, വെളുത്തുള്ളി ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് ഒളിവ്, ചതവ്, ഉളുക്ക് ഉള്ള ഭാഗങ്ങളിൽ നന്നായി പേസ്റ്റ് രൂപത്തിൽ അരച്ച് പുരട്ടുക. അതിനുശേഷം ഒരു കോട്ടൺ ഉപയോഗിച്ച് അതിനെ നന്നായി കെട്ടിവെക്കുക. ഇനി ഈ ഒടിവൊക്കെ വളരെ ഹെവി ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു വൈദ്യനിർദ്ദേശം തേടണം. ഒരു വൈദ്യനെയോ അല്ലെങ്കിൽ വിദഗ്ധമായ ഒരു ഡോക്ടറുടെയോ ഉപദേശപ്രകാരം മാത്രമാണ് നമുക്ക് കൂടുതലായിട്ട് പൊട്ടലുണ്ടെങ്കിൽ ഈ ഔഷധങ്ങളെല്ലാം ഉപയോഗിക്കാൻ പാടുള്ളൂ. അല്ല ചെറിയ രീതിയിലുള്ള ഉളുക്കോ ചതവോ ഒടിവോ ആണെങ്കിൽ ഈ പേസ്റ്റ്, അതായത് ഈ പറഞ്ഞ നമ്മൾ മുമ്പ് പറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടുള്ള ആ പേസ്റ്റ് രൂപത്തിലാക്കിയിട്ടുള്ള ഔഷധങ്ങൾ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതുകൂടാതെ ഇതിൻ്റെ മറ്റൊരു ഗുണം എന്താണെന്നുണ്ടെങ്കിൽ നമ്മളുടെ പുറത്ത് തൊലിപ്പുറങ്ങളിലും മറ്റ് ശരീരഭാഗങ്ങളിലെല്ലാം മുഴകൾ ചില ആളുകളിൽ കണ്ടുവരാറുണ്ട്. ആ മുഴകൾ വറ്റുന്നതിനായിട്ട് ഈ വട്ടയിലയുടെ തൊലിയും വെളുത്തുള്ളിയും കല്ലുപ്പും പുളിയിലയും പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് അത് നല്ലപോലെ ആ മുഴയുള്ള ഭാഗത്ത് തേച്ച് പിടിപ്പിക്കുക. അതിനുശേഷം ഒരു കോട്ടൺ ഉപയോഗിച്ച് കെട്ടിവയ്ക്കുക. മുഴകൾ വറ്റാനായിട്ട് ഈ ഔഷധക്കൂട്ട് നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും. ഇനി ഇതുപോലെ ഒരു പുതുമയാർന്ന വീഡിയോയുമായി വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.